ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, ഈ ഒരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റും. പ്ലസ് ഈ ഒരു കുട്ടി ഇവിടെ സൈഡിൽ ഒരു കുട്ടി ഇരുന്നിട്ടുണ്ട്. ആ കുട്ടി എന്തോ ഒരു തോട്ട് ഉണ്ട് അല്ലെ, എന്തോ ഒരു തിങ്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? വി ക്യാൻ മേക്ക് എ മാഗ്നറ്റ് യൂസിങ് ഇലക്ട്രിസിറ്റി. ഇഫ് സോ, ഇസ് ഇറ്റ് പോസിബിൾ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂസിങ് എ മാഗ്നറ്റ്? ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഫിഫ്ത്തിലല്ല 4th ചാപ്റ്ററിൽ അങ്ങ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കണ്ടക്ടർ അല്ലെ, ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ ഈ കണ്ടക്ടറിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു കണ്ടക്ടറിന്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്? ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അല്ലെ, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിസം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ്, അതായത് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഡിഡ് യു നോട്ടീസ് ദ ഡൗട്ട് ഓഫ് ദ ചൈൽഡ് ഇൻ ദ പിക്ചർ? അല്ലെ, ആ കുട്ടീന്റെ ഡൗട്ട് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാവ് യു എവർ തോട്ട് ലൈക്ക് ദിസ്? നിങ്ങളും എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പേർപ്പസസ്. അല്ലെ, നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേനും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കുന്നത്? മാഗ്നറ്റ് ആയിട്ട് മാറ്റുന്നത്. ഇതിനെയാണ് എന്ത് പറഞ്ഞത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ് പല പേർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദം ആർ ഗിവൺ ബിലോ, കുറച്ചെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രിക് ക്രെയിൻ അല്ലെ, ഇലക്ട്രിക് ക്രെയിനിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്റർ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്ക്, ഈ ഒരു ചിത്രത്തിൽ ഇലക്ട്രിക് ക്രെയിൻ കാണാം അല്ലെ. ഇവിടെ എന്താണ്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഇവിടെ എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോ കച്ചറ നിങ്ങൾ പറയുമെന്ന് അറിയില്ല, ഇപ്പൊ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ പറ്റിപ്പിടിപ്പിക്കാൻ അല്ലെ, അട്രാക്ട് ചെയ്ത് വേർതിരിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇലക്ട്രിക് ക്രെയിനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ബെല്ലിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള എന്താണ്? ലൗഡ് സ്പീക്കർ അല്ലെ. ലൗഡ് സ്പീക്കറിൽ നമ്മൾ ഈ ഒരു എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എവിടെ ഉണ്ട്? നമ്മളുടെ MRI സ്കാനേഴ്സിൽ അല്ലെ, MRI സ്കാനിങ്ങിലൊക്കെ എന്താണ്? ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇത് മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം. ഇൻ ഓൾ ദീസ് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മാഗ്നറ്റിക് എനർജി അല്ലെ. ഈ എല്ലാ കാര്യത്തിലും എന്താണ്? ഇലക്ട്രിക് എനർജി എന്ത് എനർജി ആയിട്ടാണ് മാറിയിട്ടുള്ളത്? മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് മാറിയിട്ടുള്ളത്. യു മൈറ്റ് ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ബൈ വൈൻഡിങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓവർ എ സോഫ്റ്റ് അയൺ കോർ ആൻഡ് പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദ വയർ അല്ലെ. ഇവിടെ നമ്മൾ അല്ലെ എന്താണ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ. ഒരു കോപ്പർ വയർ എടുത്തത് വിചാരിക്കും അല്ലെ. ഒരു കോപ്പർ വയർ എടുത്തിട്ട് എന്താണ്? അതിങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് എന്താ? ഈ വൈൻഡ് ചെയ്ത കോപ്പർ വയറിലൂടെ നമ്മൾ കറണ്ടിനെ പാസ് ചെയ്യും അല്ലെ. കറണ്ടിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ ഈ വയറിലൂടെ ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. This demonstrates that magnet can be made using electricity. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇലക്ട്രിസിറ്റിയിൽ നിന്നും എന്തിനുണ്ടാക്കാനായിട്ട് പറ്റും? മാഗ്നറ്റിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. It was from this thought that Michael Faraday arrived at the principle of electromagnetic induction and the invention of the generator. അപ്പൊ ഈ ഒരു തോട്ടിൽ നിന്നാണ് ഏത് സയന്റിസ്റ്റ്? നമ്മളുടെ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തി. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ.
ഈ ഇതിലൂടെയാണ് എന്തൊക്കെ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്, ജനറേറ്റർ ഒക്കെ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താന്നുള്ളതാണ് അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തപ്പോൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താ, ഒരു മാഗ്നറ്റിന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. You have learned that a current carrying conductor placed in a magnetic field experiences a force and develops a tendency to move. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടർ ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു കണ്ടക്ടർ എന്താണ്, കറണ്ട് ക്യാരിങ് ആണ്. കറണ്ട് ക്യാരിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ അടുത്തേക്ക് നമ്മൾ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും, നോർത്ത് സൗത്ത്, യു മാഗ്നറ്റോ ബാർ മാഗ്നറ്റോ ഏതൊരു മാഗ്നറ്റോ ആയിക്കോട്ടെ. ഇതിന്റെ അടുത്ത് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ, ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് എന്താണ്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മൾ ഏത് ലോ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്, ഫ്ലെമിങ്ങിന്റെ അല്ലെ, ഫ്ലെമിങ്ങിന്റെ ഏത് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓർമ്മയില്ലേ, തമ്പുണ്ട്, ഇൻഡെക്സ് ഉണ്ട്, മിഡിൽ ഫിംഗർ ഉണ്ട് അല്ലെ, 3 ഫിംഗേഴ്സ് നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഈ ഒരു കണ്ടക്ടറിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അത് മൂവ് ചെയ്യും അല്ലെ. അത് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി എന്താ, ഇഫ് സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ എ കണ്ടക്ടർ ഇസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നടക്കുക, അതേപോലെ തന്നെ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മൂവ്ഡ് നിയർ എ സ്റ്റേഷനറി കണ്ടക്ടർ. അപ്പോൾ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്, ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലെ, ഒരു കണ്ടക്ടർ ഉണ്ട്, ഇതിന്റെ ഉള്ളൂട്ട് എന്താണ്, കറണ്ട് ഫ്ലോ ഉണ്ട്. കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ സെയിം കണ്ടക്ടർ ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എന്താണ്, ഈ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ കണ്ടക്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നടക്കുക, അതേപോലെ തന്നെ ഈ മാഗ്നറ്റ് കണ്ടക്ടറിന്റെ അടുത്തേക്ക്, അതായത് വെറുതെ നിൽക്കുന്ന സ്റ്റേഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു കണ്ടക്ടറിലേക്ക് മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടക്കുക, എന്താണ് വാട്ട് ഹാപ്പൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ വാട്ട് ഹാപ്പൻസ് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. Arrange a magnet, a conductor in the shape of a solenoid and a galvanometer as shown in the figure. You know that a solenoid is an insulated coil of wire. അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ അതിന്റെ ചിത്രം വേറെ തന്നെ മാറ്റി വരക്കാം. നമ്മളുടെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു സോളിനോയിഡിന്റെ രൂപത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോളിനോയിഡ് നമുക്കറിയാം എന്താണ്, ഒരു വയർ അല്ലെ, കോപ്പർ വയർ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെ, ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ സോളിനോയിഡ് ഉണ്ടാവുക. അപ്പൊ ഒരു സോളിനോയിഡ് ഉണ്ട്, ഈ സോളിനോയിഡിലേക്ക് എന്താണ്, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഈ ഗാൽവനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെ. ഗാൽവനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ടിന്റെ പ്രസൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ടിന്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അമ്മീറ്ററും ഗാൽവനോമീറ്ററും തമ്മിൽ എന്താ വ്യത്യാസം, അമ്മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ, ഗാൽവനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കറണ്ട് പോലും, വളരെ ചെറിയ വെരി മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ 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 ചെറിയ കറണ്ട് വരെ എന്താണ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ സോളിനോയിഡുമായിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്തിനായിരിക്കും സോളിനോയിഡുമായിട്ട് ഈ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക? യെസ്, എപ്പെങ്കിലും ഈ ഒരു സോളിനോയിഡിൽ
കറണ്ട് അല്ലെ, കറണ്ടിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഡിഫ്ലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഡിഫ്ലക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം നോക്ക്. ഈ ഒരു ചിത്രത്തില് ഒരു ചോന്ന വര കാണുന്നുണ്ട്, അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, ഇവിടെ 0 മാർക്കിംഗ് ഉണ്ടാവും. 1 2 3 4 5, അതുപോലെ 1 2 3 4 5 ലെഫ്റ്റിലും റൈറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കറണ്ട് ഒന്നുമില്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഈ ഒരു 0യിലായിരിക്കും ഉണ്ടാവുക. കറണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ ഈ ഒരു നീഡില് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ചിലപ്പോൾ എങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ചിലപ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നുമില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഗാൽവനോമീറ്ററിന്റെ ഉദ്ദേശം എന്താ? ഈ സോളിനോയിഡില് അല്ലെ, ഈ ഒരു സോളിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലെ, കറണ്ട് ഫ്ലോ ഉണ്ട്. സോറി കറണ്ട് ഫ്ലോ ഇല്ല, വെറും സോളിനോയിഡ് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. എപ്പോഴാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക? എപ്പോഴാണോ നമ്മളുടെ ഈ ഒരു സോളിനോയിഡിന് കറണ്ടിന്റെ പ്രസൻസ് കിട്ടിയത്, അപ്പൊ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ആക്ച്വലി ഇവിടെ കറണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ? സോറി, പവർ സപ്ലൈ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഈ സോളിനോയിഡിന്? ഇല്ല. ഈ സോളിനോയിഡ് ചുമ്മാ വെറും വയർ ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ആണ്, ഒരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്, നോർത്ത് സൗത്ത്. ഇതിപ്പോ സൗത്ത് ആണെങ്കിലും നോർത്ത് ആണെങ്കിലും എന്തായാലും കുഴപ്പമില്ല. ഇനി ചെയ്യാൻ പോകുന്നത്, ഈ മാഗ്നറ്റിനെ പതിയെ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിനെ പതിയെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീക്കുകയാണ് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഈ ഗാൽവനോമീറ്ററിന്റെ ഈ ഒരു സൂചി ഉണ്ടല്ലോ അല്ലെ, ഈ ഒരു സൂചി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ഥലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഈ ഒരു മാഗ്നറ്റ് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് കാണാൻ പറ്റി? ദാ ഈ ബിയിലുള്ള ചിത്രം പോലെ നടുവിലുണ്ടായിട്ടുള്ള ഈ ഒരു നീഡിൽ എങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്ത്? റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോ. ഇനി ഇത് നീക്കി നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച്, ഇനി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ വെച്ച് എന്ന് വിചാരിക്കും. വെറുതെ ഇങ്ങനെ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല, അതെങ്ങനെ തന്നെ വന്ന്? 0ന് നേരെ തന്നെ വന്ന്. ഓക്കെ, ഇനി ഈ ഉള്ളിൽ നിന്ന് ഈ മാഗ്നറ്റിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കും. ഉള്ളിൽ നിന്ന് മാഗ്നറ്റിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിച്ച്? ഈ 0യിൽ നിന്നിട്ടുള്ള ഈ ഗാൽവനോമീറ്ററിന്റെ നീഡില് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ട്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും, ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒരു മാഗ്നറ്റ് അല്ലെ, ഒരു മാഗ്നറ്റ് വെറുതെ ഇങ്ങനെ വെച്ചപ്പോ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു മാഗ്നറ്റ് ഈ ഒരു സോളിനോയിഡിന്റെ അകത്തേക്ക് പോകും തോറും, അല്ലെങ്കിൽ സോളിനോയിഡിന്റെ അടുത്തേക്ക് പോകും തോറും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാഗ്നറ്റ് ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചപ്പോ ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഇല്ല. പക്ഷെ ഈ മാഗ്നറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള അല്ലെ, ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള മാഗ്നറ്റ് ആയിരുന്നു. ഇവിടെ സോളിനോയിഡ് എന്തിലാണുള്ളത്? സ്റ്റേഷനറി ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോ അല്ലെ, ഈ ഒരു സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ചപ്പോൾ, ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ, ബേക്കോട്ടും മുന്നോട്ടും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ട് പറയാം അല്ലെ. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വോൾട്ടേജ് സപ്ലൈ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ ആകെ ചെയ്തത് എന്താ? ഒരു സോളിനോയിഡിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത്, അതിന്റെ ഉദ്ദേശം കറണ്ടിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താ ചെയ്ത്? ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ആ സോളിനോയിഡിന്റെ അടുത്തേക്കും ദൂരോട്ടേക്കും ഇങ്ങനെ കൊണ്ടുപോയി അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ട്. ഈ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റിസൾട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെയിം സോളിനോയിഡ് തന്നെ എന്താ ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
ദാ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് സൗത്ത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ സോളിനോയിഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഈ സോളിനോയിഡിനെ മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഇനി ഈ സോളിനോയിഡ് ഈ മാഗ്നറ്റിൽ ഇങ്ങനെ വെച്ചെന്ന് വിചാരിക്കാം. വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴോ ഡിഫ്ലക്ട് ചെയ്യോ? ഇല്ല, നോ ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഇനിയിപ്പോ ഈ സോളിനോയിഡ് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, അപ്പൊ എന്താണ്, യെസ്, അന്നേരം എന്ത് ചെയ്യും, അന്നേരം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. എന്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒരാള് സ്റ്റേഷനറി, മാഗ്നറ്റിനെ നമ്മൾ ഇവിടെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, മാഗ്നറ്റിനെ അവിടെ തന്നെ വെച്ച് ആരെയാണ് മാറ്റി കളിക്കുന്നത്, ഈ ഒരു സോളിനോയിഡിനെ അല്ലെ, ഈ സോളിനോയിഡിനെ കൊണ്ടുപോവാ വരിക അല്ലെ. ഒരാളെ സ്റ്റേഷനറിയും മറ്റേ ആള് മൂവിങ്ങും ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഡിഫ്ലക്ഷൻ കാണിച്ചു തരുന്നത് എന്താണ്, നമുക്കിവിടെ ഒരു കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇത് നമ്മളുടെ എക്സ്പെരിമെന്റ് 2 ആണ്. എക്സ്പെരിമെന്റ് 1 ഏതേനും മാഗ്നറ്റ് അല്ലെ, ഈ സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ച് മാഗ്നറ്റിനെ നമ്മൾ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ കൊണ്ടുപോയി അല്ലെ. അപ്പൊ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും ഇവിടെ ഗാൽവനോമീറ്ററിൽ എന്തുണ്ടായിട്ടുണ്ട്, ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഒരാള് സ്റ്റേഷനറി മറ്റേ ആള് മൂവിങ്ങും ആണെങ്കിൽ എന്താണ്, ഒരു മാഗ്നറ്റിന് അല്ലെ, ഒരു മാഗ്നറ്റിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി മൂന്നാമത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളുടെ കയ്യിൽ മാഗ്നറ്റ് ഉണ്ട് അല്ലെ, മാഗ്നറ്റും ഉണ്ട്, നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, സോളിനോയിഡും ഉണ്ട്. ഇനി ഇത് രണ്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഇതിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അല്ലെ, ഇതിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇതിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്. ഇപ്പൊ രണ്ടാളും മൂവിങ് ആണെങ്കിൽ അല്ലെ, ഈ രണ്ടാളും മൂവിങ് ആണെങ്കിൽ എന്താണ്, ഇവിടെ ഡിഫ്ലക്ഷൻ, ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിൾ ഒന്ന് ഫിൽ ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ യു മാഗ്നറ്റ് ആണല്ലോ, ഞാൻ കാണിച്ചു തന്ന ബാർ മാഗ്നറ്റ് ആണല്ലോ എന്ന് അല്ലെ. ഏതായാലും കുഴപ്പമില്ല, മാഗ്നറ്റും സോളിനോയിഡും ഉണ്ടല്ലോ, ഗാൽവനോമീറ്ററും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റിനേക്കാൾ കുറച്ചും കൂടി മനസ്സിലാവാൻ ഞാൻ പറഞ്ഞതായിരിക്കും, അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ രണ്ട് എക്സ്പെരിമെന്റും, അതായത് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോളിനോയിഡ് സ്റ്റേഷനറി നിയർ ദ മാഗ്നറ്റ് അല്ലെ, സോളിനോയിഡ് എന്താണ്, സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ഓർ ഡസ് നോട്ട് ഡിഫ്ലക്ട്, ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്നാ ചോദിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സോളിനോയിഡ് സ്റ്റേഷനറി നിയർ ദ മാഗ്നറ്റ്, ആദ്യം ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ എന്താണ്, ഇവിടെ ഒരു സോളിനോയിഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സോളിനോയിഡ് മാഗ്നറ്റിന്റെ അടുത്ത് എന്താണ്, സ്റ്റേഷനറി ആണെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യോ? ഇല്ല, ഡിഫ്ലക്ട് ചെയ്യില്ല. ഇനി അടുത്ത് സോളിനോയിഡ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ മാഗ്നറ്റ്, ഈ സോളിനോയിഡ് മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ടേക്കായിരുന്നു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്? നോക്ക്, സോളിനോയിഡ് മാഗ്നറ്റിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത് റൈറ്റിലേക്ക് അല്ലെ, റൈറ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്, മാഗ്നറ്റ് സോളിനോയിഡിൽ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ അല്ലെ, ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സോളിനോയിഡ് ഇസ് പുൾഡ് ഔട്ട് ഫ്രം ദ മാഗ്നറ്റ്, ഈ ഒരു സോളിനോയിഡ് മാഗ്നറ്റ് നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്നുണ്ട്, താഴ്ത്തുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഓർഡർ മാറിപ്പോവും, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇറേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്, ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഡിഫ്ലക്ഷൻ ഇല്ല, ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ട്, ഇവിടെ ഡിഫ്ലക്ഷൻ ഇല്ല, ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ട് അല്ലെ. അടുത്ത നോക്ക്, കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് അപ്വേർഡ് അല്ലെ. ഈ ഒരു മാഗ്നറ്റ് അല്ലെ, ഈ ഒരു സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. എങ്ങോട്ടേക്കാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്? റൈറ്റ് സൈഡിലേക്ക് അല്ലെ, റൈറ്റ് സൈഡിലേക്ക്. കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അന്നേരം എന്തുണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കീപ്പിംഗ് ദ മാഗ്നറ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് ബോത്ത് ദ മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ് ആർ മൂവ്ഡ് ടുഗദർ അറ്റ് ദ സെയിം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ,
മാഗ്നറ്റ് സോളിനോയിഡ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് നോക്കി എങ്ങനെയാ കിട്ടിയിട്ടുള്ളത്? ഇതാ ഈ ഒരു ചിത്രത്തിൽ നോക്ക്, സോളിനോയിഡ് വെറുതെ അല്ലെ ഉള്ളിലേക്ക് വെച്ചില്ല, അപ്പൊ എന്താ, ഡിഫ്ലക്ഷൻ ഇല്ല. സോളിനോയിഡ് ഇൻസേർട്ട് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക്. സോളിനോയിഡ് അവിടെ തന്നെ സ്റ്റേഷനറി ആയി വെച്ചപ്പോ സീറോയിലേക്ക്. സോളിനോയിഡ് മൂവ് ചെയ്തപ്പോ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അതേ ചിത്രത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്ക്, ബേസ്ഡ് ഓൺ ദ ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ ഒരു ടേബിളിൽ നോക്കിയിട്ട് എന്താണ്, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് associated with the conductor when the conductor and the magnet are in relative motion എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഈ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ associated with the conductor when the conductor and the magnet are in relative motion. ഈ മാഗ്നറ്റും കണ്ടക്ടറും ഒരു റിലേറ്റീവ് മോഷനിലാണെങ്കിൽ ഈ ഫീൽഡ് ലൈൻസിന് എന്താണ് അല്ലെ, ഫീൽഡ് ലൈൻസിന് എന്താണ് പറ്റുക? അപ്പൊ എന്താ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? എ ചേഞ്ച് ഇൻ ഫ്ലക്സും ഉണ്ട്, നോ ചേഞ്ച് ഇൻ ഫ്ലക്സും ഉണ്ട്. അപ്പൊ ഈ ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സർഫസ് എടുത്ത് എന്ന് വിചാരിക്കും, ഒരു സർഫസ് എടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മളുടെ മാഗ്നറ്റ് ഉണ്ട് നോർത്ത് സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണല്ലോ നമ്മളുടെ മാഗ്നറ്റ് ഇങ്ങനെ പുറത്തുനിന്ന് പോവാ അല്ലെ. അകത്താണെങ്കിൽ എന്താണ്, സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ച് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസിലൂടെ, ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിലൂടെ പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും കൂടി പറഞ്ഞുതരാം, നമ്മൾ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിലൂടെ എത്രമാത്രം ഫീൽഡ് ലൈൻസ് ആണോ പോകുന്നത് ആ ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് associated with the conductor when the conductor and the magnet are in relative motion എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ നോക്ക്, ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കി. ഈ ഒരു എക്സ്പെരിമെന്റില് നമ്മൾ സോളിനോയിഡ് മാഗ്നറ്റിന്റെ അകത്തേക്ക് വെക്കുകയാണ് അല്ലെ. അകത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇവിടെ ശരിക്കും എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് അകത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർഫസിൽ എവിടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസ് ഉണ്ടാവല്ലോ. അപ്പൊ ഈ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ഫീൽഡ് ലൈൻസിന് എന്ത് വരുന്നുണ്ട്? ഫീൽഡ് ലൈൻസിന് എന്ത് വരുന്നുണ്ട്? വ്യത്യാസം, അല്ലെങ്കിൽ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട് എന്ന് പറയാമല്ലോ അല്ലെ. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലൂടെ എത്രമാത്രം ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനായിരുന്നു ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഈ ഒരു സോളിനോയിഡ് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്താണ്? ചേഞ്ച് ആകുന്നുണ്ട് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്ലക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ആകുന്നുണ്ട്? ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? What happens to the magnetic field line associated with the conductor when the conductor and the magnet are in relative motion? ഇവിടെ എന്താ സംഭവിക്കുന്നത്? A change in flux. ഫ്ലക്സിൽ ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which are the situations where galvanometer needle deflected? അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഗാൽവനോമീറ്ററിന്റെ ഈ ഒരു നീഡിൽ അല്ലെ, ഇങ്ങനെ സീറോയിൽ ഉണ്ടായിട്ടുള്ള നീഡിൽ ഇങ്ങോട്ടേക്കും ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്കും ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഏത് സിറ്റുവേഷനിലാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്? നമുക്ക് നോക്കാം. when the magnetic flux associated with the conductor is changed, അതൊരു ഓപ്ഷൻ. അടുത്തത് when there is no change in the magnetic flux associated with the conductor. എപ്പോഴായിരുന്നു ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്? ഇതിപ്പോ ഒരു സോളിനോയിഡ് ആണ് എന്ന് വിചാരിക്കും അല്ലെ. സോളിനോയിഡ്, ഇതൊരു മാഗ്നറ്റ് ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയി വരുമ്പോ എന്താണ്, ഇവിടെ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയിലൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് എന്താണ്? ഫ്ലക്സ് അല്ലെ. ഈ ഒരു ഫ്ലക്സിന് എന്താണ്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലെ.
ഈ ഒരു കണ്ടക്ടറിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലക്സിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അന്നേരമാണ് നമ്മളുടെ ഈ ഗാൽവനോമീറ്റർ ഇങ്ങോട്ടേക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് പറയാ, when the magnetic flux associated with the conductor is changed അല്ലെ. അപ്പൊ ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, why did the galvanometer needle deflect അല്ലെ. എന്തുകൊണ്ട്, വൈ എന്താണ് അല്ലെ, എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡില് ഡിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം, എന്ത് കാരണമായിരിക്കും? അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സോളിനോയിഡ് ആണ്. ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു മാഗ്നറ്റ് അല്ലെ, ഒരു മാഗ്നറ്റ് ഇങ്ങോട്ടേക്കും നീക്കുമ്പോ എന്താണ്, ഈ സോളിനോയിഡിൽ ഒരു കറണ്ട് കിട്ടുന്നുണ്ട് അല്ലെ, കറണ്ട് കിട്ടിയാല് അല്ലെ, കറണ്ടിനെ ഡിഫ്ലക്ട് ചെയ്യാനാണ് ഗാൽവനോമീറ്റർ വെച്ചിട്ടുള്ളത്. അപ്പൊ കറണ്ട് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ആണെങ്കിൽ അല്ലെ, കറണ്ടിന്റെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അല്ലെ, കറണ്ടിന്റെ ഫ്ലോ വേണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമല്ലോ അല്ലെ, ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇവിടെ വിളിക്കുന്ന പേരാണ് EMF. എന്താണ് EMF? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, EMF. ഓക്കെ, അപ്പൊ ഈ ഒരു കറണ്ട് ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ഒരേപോലെയാണ് പൊട്ടൻഷ്യൽ എങ്കിൽ അല്ലെ, രണ്ട് സ്ഥലത്ത് ഇവിടെ 2 വോൾട്ട് ഇവിടെ 2 വോൾട്ട്, രണ്ടിടത്തിൽ ഒരേപോലെ ആണെങ്കിൽ എന്തെങ്കിലും ഫ്ലോ ഉണ്ടാവോ? ഇല്ല. ഒരുത്തേല് 3 ഒരുത്തേല് 2 ആണെങ്കിൽ ഉണ്ടാവും. കാരണം ഇവിടെ എന്താണ്, ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. കാറ്റടിക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, പ്രഷർ വേരിയേഷൻസ് അല്ലെ, കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തിലേക്കല്ലേ പോവാ അല്ലെ. അതേപോലെ തന്നെ എന്താ, ഇവിടെയും കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇവിടെ വിളിക്കുന്ന പേരെന്താണ്? EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പൊ EMF ഇവിടെ എന്താണ്, ഒരു EMF ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഒരു EMF ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ എങ്ങനെ എഴുതാം, EMF is induced in the solenoid. EMF ഉണ്ടായിട്ടുണ്ട്. അടുത്ത, when did the direction of deflection of galvanometer needle change? When did the direction of deflection of the galvanometer needle change? എപ്പോഴാണ് അല്ലെ, എപ്പോഴാണ് ഇവിടെ എന്താണ് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ചേഞ്ച് ആയിട്ടുള്ളത്? ഇവിടെ ചേഞ്ച് ആയിട്ടുള്ള എപ്പോഴായിരിക്കും? ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോ അല്ലെ, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായില്ലേ, ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ മാറിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, സീറോയിലേക്ക് വന്നിട്ടുണ്ട്, റൈറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലക്സിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു EMF എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി നോക്ക്, why did the direction of deflection of galvanometer needle change? ഇവിടെ ഗാൽവനോമീറ്ററിന്റെ നീഡിലിന്റെ ഡയറക്ഷൻ അല്ലെ, ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റിലേക്കും റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റിലേക്കും ഒക്കെ മാറിയിട്ടില്ലേ, അത് എപ്പോഴായിരിക്കും ചേഞ്ച് ചെയ്തേ? യെസ്, നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോഴാണ്. അപ്പൊ ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ സ്റ്റേഷനറി ആയി വെക്കുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ല. പക്ഷെങ്കിൽ ഈ ഒരു മാഗ്നറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക, അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ എന്ത് കാണാനായിട്ട് പറ്റും? ഡിഫ്ലക്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ഡിഫ്ലക്ഷൻ കാണാനുള്ള അർത്ഥം എന്താ? ഈ ഒരു സോളിനോയിഡില് എന്തോ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് അല്ലെ, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ നമ്മള്? അല്ല, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു കണ്ടക്ടറിലുള്ള ഫ്ലക്സ് എന്തായി മാറും? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും അല്ലെ, ഫ്ലക്സിൽ എന്തുണ്ടാവും? ഒരു വ്യത്യാസം ഉണ്ടാവും. ഈ ഫ്ലക്സിലുള്ള വ്യത്യാസം കാരണം ഇവിടെ എന്തുണ്ടാവും? ഇവിടെയും എന്താണ്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട്, ഇത് വെട്ടിയതല്ല, ഞാൻ അണ്ടർലൈൻ ചെയ്താണ്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്തു അല്ലെ, അങ്ങനെ ഈ ഒരു ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നെറ്റിക് എന്ത് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഒന്നും കൂടി ഇതിന് വളരെ വൃത്തിയുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. Whenever the magnetic flux linked with a closed circuit changes, an EMF is induced in the circuit. This phenomenon is electromagnetic induction. അല്ലെ, നമ്മൾ ഈ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫ്ലെക്സിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. ഈ ഫ്ലെക്സിലുള്ള ചേഞ്ച് കാരണം അവിടെ എന്താണ്, ഒരു EMF അല്ലെ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഇലക്ട്രോമാഗ്നെറ്റിക് induction. It is evident that when the direction of the change in magnetic flux is reversed, direction of induced EMF also reverses. അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ, ഡയറക്ഷൻ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ EMFന്റെ ഡയറക്ഷൻ എന്താവുന്നുണ്ട്, റിവേഴ്സ് ആവുന്നത് കാണാനായിട്ട് പറ്റും. The phenomenon of inducing an EMF across a conductor due to a change in the magnetic flux linked with the conductor is electromagnetic induction. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ, ഒരു കണ്ടക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ, ചാർജ് ഫ്ലോന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരാളാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. ചാർജ് ഫ്ലോ ഉണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്താണ്, കറണ്ടിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അങ്ങനെ ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് induction. The EMF, electromotive force, developed due to electromagnetic induction is the induced EMF, and the current thus produced is the induced current. അല്ലെ, അങ്ങനെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള EMFനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, ആ കറണ്ട് കാരണമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. ഈ ഒരു കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെ, ഉണ്ടാക്കിയിട്ടുള്ള കറണ്ട് അല്ലെ, ഇൻഡ്യൂസ് ചെയ്യുക അല്ലെ, ഉണ്ടാക്കിയിട്ടുള്ള കറണ്ട് എന്ന് പറയാം. It was Michael Faraday who discovered experimentally that electricity can be produced using a conductor and a magnetic field. അല്ലെ, അപ്പൊ മൈക്കൽ ഫാരഡേ ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, ആക്സിഡന്റലി അല്ല, എക്സ്പെരിമെന്റലി ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അല്ലെ, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനെ കൊണ്ട്, ഒരു കണ്ടക്ടറും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രിസിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടുപിടിച്ചതാണ് നമ്മളുടെ മൈക്കൽ ഫാരഡേ. Repeat the previous experiment by making the following changes. നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് ഒന്നും കൂടി എന്താണ്, റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് സ്ട്രോങ് ആൻഡ് വീക്ക് മാഗ്നറ്റ്, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീക്ക് മാഗ്നറ്റും വെച്ചിട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ്, തൊട്ട് മുന്നേ ചെയ്ത എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താ, യൂസിങ് സോളിനോയിഡ് വിത്ത് എ ഡിഫറെന്റ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ എടുത്ത സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇപ്പൊ ഒരു ഇത്രയാണെന്ന് വിചാരിക്കും, പിന്നെ എന്താണ് ഇത്ര ഉള്ള വെച്ച് ചെയ്ത് നോക്കാം, പിന്നെ എന്താണ് കുറച്ചും കൂടി കൂടുതലുള്ള വെച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസ് മാറ്റിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. പിന്നെ എന്താണ്, മൂവിങ് ദ മാഗ്നറ്റ് ഓർ ദ കോയിൽ അറ്റ് ഡിഫറെന്റ് സ്പീഡ്. അതായത് ഇവിടെ കോയിൽ ഉണ്ട്, ഇവിടെ മാഗ്നറ്റ് ഉണ്ട് അല്ലെ, ആദ്യം മെല്ലെ കൊണ്ടുവരാം, പിന്നെ കുറച്ചുകൂടി സ്പീഡിൽ കൊണ്ടുപോകാം, പിന്നെ നല്ല സ്പീഡിൽ കൊണ്ടുപോകാം. അങ്ങനെ സ്പീഡ് അല്ലെ, ഒന്നുമില്ലെങ്കിൽ സോളിനോയിഡിന്റെ സ്പീഡ് കൊണ്ടുവരാം, ഏതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലെ. അങ്ങനെ സ്പീഡ് മാറ്റി നോക്കാം അല്ലെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ.
Observe what changes occur in the deflection of the galvanometer needle or in the magnitude of the induced EMF in each case. അല്ലെ അപ്പൊ ഈ മൂന്ന് അല്ലെ ഈ പിങ്ക് ഡോട്ട് ഇട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തപ്പോ ഈ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തതിൽ വാല്യൂസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. The induced current resulting from the induced EMF caused the deflection of the galvanometer needle. അല്ലെ induced current resulting from the induced EMF caused the deflection of the galvanometer needle. ഈ galvanometer needleന്റെ ഡിഫ്ലക്ഷന് കാരണം എന്താണ്? ഇവിടെ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF. ഈ ഇൻഡ്യൂസ്ഡ് EMF എന്തുണ്ടാക്കിയിട്ടുണ്ട്? കറണ്ടിന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്ക്, ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മൂന്ന് പിങ്ക് ഡോട്ട് അല്ലെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കിപ്പോ ചെയ്ത് നോക്കാൻ പറ്റൂലല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇത്. അപ്പൊ വെൻ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ കോയിൽ ഈസ് ഇൻക്രീസ്ഡ്, അതായത് ഇത്ര മാത്രം കോയിൽ ഉള്ളതും ഇതിലും കൂടുതൽ കോയിൽ വെച്ചപ്പോഴും ഈ ഡിഫ്ലക്ഷൻ, അതായത് ഗാൽവനോമീറ്ററിലുള്ള ഡിഫ്ലക്ഷൻ കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ ശരിക്കും? ഇവിടെ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്തത്, when the strength of the magnet is increased, അതായത് ആദ്യം ഒരു വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിനെ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ എന്താണ് നല്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിനെ കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കാം. അന്നേരം എന്താണ്? നമ്മളുടെ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അടുത്തത് when the speed is increased, അതായത് ഈ മാഗ്നറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു അല്ലെ, നല്ല സ്പീഡിൽ കൊണ്ടുപോകുന്നു. അപ്പൊ എന്താണ്? ഇവിടെയും എന്താണ്? ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താ? ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ? അതായത് റൈറ്റ് ഡൗൺ മെത്തേഡ് ടു ഇൻക്രീസ് ദി EMF ആൻഡ് കറണ്ട്. അതായത് EMF-ഉം കറണ്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെയാണ് മെത്തേഡ് ഉള്ളത്? ഫസ്റ്റ് മെത്തേഡ് ആണ് ഇത്. എന്ത്? ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ കോയിൽ അല്ലെ, ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുക? കൂട്ടുക. അടുത്തതാണ് when the strength of the magnet is increased, മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക. അടുത്തതാണ് എന്ത്? when the speed is increased അല്ലെ, മാഗ്നറ്റിന് കൊണ്ടുപോവുക അല്ലെങ്കിൽ സോളിനോയിഡിനെ കൊണ്ടുപോകുന്ന സ്പീഡ് എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ EMF അല്ലെ, EMF-നെ കൂട്ടാൻ പറ്റും. EMF-നെ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറണ്ടിനെയും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.